ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല സൂപ്പർ ഒരു സീ ഫുഡിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. വേറൊന്നുമല്ല, ഈ കൂന്തൽ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും സീ ഫുഡിൽ ഏറ്റവും കൂടുതൽ പ്രോൺസ് അതുപോലെ ഈ സ്ക്വിഡൊക്കെ ആയിരിക്കും ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എനിക്ക് കുറച്ച് കൂന്തൽ വാങ്ങിച്ചായിരുന്നു, ഒരു 1/2 കിലോ വാങ്ങി. അതിൻ്റെ റെസിപ്പി ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. റോസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇവിടെ വീട്ടിൽ മക്കൾക്കായത് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും വാങ്ങുമ്പോഴത്തേക്കും 2 രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ 2 സവാള എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളി, എരിവിനാവശ്യമായ 2-3 പച്ചമുളകും, ഒരു കൈപ്പിടിയിൽ എടുക്കാൻ പറ്റുന്ന വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കാം. അതുപോലെ ഇഞ്ചിയും ഒരു വലിയ പീസ്. നമുക്ക് ടൊമാറ്റോ 2 രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് പൾപ്പ് എടുത്താലും മതിയാവും. അതായത് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന മസാലപ്പൊടികൾ ഇത്രയൊക്കെയാണ്. മല്ലിപ്പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട്, പിന്നെ കശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അധികം എടുത്തിട്ടുണ്ട്, പിന്നെ ഗരം മസാലയുമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എപ്പോഴും പറയുന്നത് പോലെ നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ കറിച്ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ആ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ വെളുത്തുള്ളി, ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും. അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. നമ്മൾ റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 വലിയ സവാള ചേർത്തത്. അത്യാവശ്യം ഗ്രേവി വേണമല്ലോ, ഞാൻ ഇടയ്ക്കൊന്ന് അടച്ചൊക്കെ വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. കാരണം ഇത് നല്ല സോഫ്റ്റായിട്ട് വേണം നമുക്ക് കുക്കായി കിട്ടാൻ. റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ഗ്രേവി അല്ലേ വേണ്ടത്, ഫ്രൈ പോലെ അല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു 3/4 ഭാഗം നല്ല രീതിയിലൊന്ന് സോട്ടായി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഐറ്റംസ്, അതായത് പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് സ്ലോ ഫ്ലെയിമിലാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. വീഡിയോ കുറച്ച് സ്പീഡാക്കി കാണിക്കുന്നതേ ഉള്ളൂ. സ്ലോ ഫ്ലെയിമിലാണ് ഇതൊക്കെ വെച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പഴുത്ത തക്കാളിയും ഇട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ സമയത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടിട്ടാലും കുഴപ്പമില്ല, നല്ല ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും. കാരണം ഇതെല്ലാം നല്ല അവസാനം നല്ലൊരു കുഴമ്പ് പരുവത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഞാൻ ഈ സമയത്തൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അല്പം പാകത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് ഗ്രേവി പോലെ, നല്ല റോസ്റ്റ് പോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, സീ ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് ഭയങ്കര ശരീരത്തിന് ബെനഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ സീ ഫുഡൊക്കെ എപ്പോഴും തന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതുപോലെ എനിക്ക് സീ ഫുഡിൽ ഏറ്റവും ഇഷ്ടം ഈ കൂന്തലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂന്തൽ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയൊക്കെ ഉണ്ടാവില്ല, അതിട്ടൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ. അത് നമുക്ക് കുറച്ച് അൺഹെൽത്തിയാണ്, എന്നാൽ പോലും വല്ലപ്പോഴൊക്കെ കഴിക്കണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉപ്പ് കുറച്ച് കുറവാണ്. ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്യണേ. അതാലാണ് നമ്മൾ എന്ത് കറിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടണത് ഉപ്പാണ്. നല്ല രീതിയിലൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ കൂന്തലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഞാൻ ഈ സമയത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ നല്ല തിള വരുന്നവരെ ഒരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് സ്ലോ ഫ്ലെയിമിൽ പിന്നെ ഒരു 5 മിനിറ്റ്, ഒരു 7 മിനിറ്റ് വരെ, 5 മുതൽ 7 മിനിറ്റ് വരെയൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ കൂന്തൽ നന്നായിട്ട് വേവിക്കണം, പക്ഷേ ഓവറായിട്ട് കുക്കായാൽ ഇത് ഒരു റബ്ബർ പോലെ ആകും. നമുക്ക് കഴിച്ചാലും ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നമ്മൾ ഈ മൺചട്ടിയിലൊക്കെയാണല്ലോ ഈ കറികളൊക്കെ, ഈ സീ ഫുഡ് ഐറ്റംസൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. കാരണം അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ റോസ്റ്റിലായതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം. ഗരം മസാല നമുക്ക് ഏറ്റവും അവസാനം ചേർക്കണമെങ്കിലും ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ മസാലപ്പൊടി ചേർക്കൂലേ ആ ടൈമിൽ ചേർത്താലും ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ ഈ കൂന്തൽ വാങ്ങിക്കുമ്പോഴത്തേക്കും 2 തരത്തിൽ വെക്കും. കാരണം കുറച്ച് ഫ്രൈ ആക്കാനും എടുക്കാറുണ്ട്. കാരണം ഈ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മക്കൾക്കും എനിക്കും ഹസ്ബൻഡിനൊക്കെ നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് അവരുടെയും കൂടി ഇഷ്ടം നമ്മൾ നോക്കണ്ടേ, മക്കൾക്കൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇതാ നോക്കി സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മളുടെ കൂന്തൽ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ ഒപ്പം ആണെങ്കിലും വെള്ളയപ്പത്തിൻ്റെ ഒപ്പം ആണെങ്കിലും എന്തിൻ്റെ ഒപ്പം ആണെങ്കിലും നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്.
മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഒരു കാര്യം എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെയുള്ള ഹോം മെയ്ഡായിട്ടുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.